എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സാജിദ ഷാജിയെ എല്ലാവരും അറിയുമായിരിക്കും. 5 കുഞ്ഞുങ്ങളുടെ ഉമ്മയായ സാജിദ ഷാജിയെക്കുറിച്ച് ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് വന്നിട്ട് ഒരു വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 5 മക്കളെയും അവരെയും കൂടി ഏറ്റെടുക്കാൻ മനസ്സുള്ള ഒരാളുണ്ടെങ്കിൽ അവർക്ക് വിവാഹത്തിന് സമ്മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ചില കാര്യങ്ങളൊക്കെ പുകഞ്ഞ് നാറുന്നുണ്ട്, ചീഞ്ഞ് നാറുന്നു എന്നൊക്കെ പറയൂലേ, അതുപോലെ എന്തൊക്കെയോ നാറുന്നുണ്ട്. അപ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഈ സാജിദയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, ആ കുട്ടി പറയുന്നത് കേട്ടിട്ട് അപ്പോഴും നമുക്കതിന് മറുപടി കൊടുത്തു പോകാം. ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്കും സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്താണ് വീഡിയോ എന്ന് വെച്ചാൽ, വിശേഷം, കല്യാണത്തിൻ്റെ വിശേഷം. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ വിഷയം പറയുമ്പോഴേക്കും എൻ്റെ അമ്മോ, അതെടുത്ത് വീഡിയോ ചെയ്യാൻ എത്ര പേരാണറിയോ, ഒന്നും പറയണ്ട. ഇപ്പം തന്നെ ഈ പെൺകുട്ടി പറഞ്ഞു കേട്ടില്ലേ, എൻ്റെ അമ്മോ, ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതെടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് എത്ര പേരാ, ഒന്നും പറയേണ്ടെന്നാണ് ഈ പെണ്ണ് പറയുന്നത്. എൻ്റെ പൊന്നു മോളെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നീ ഒരിക്കൽ കരഞ്ഞുകൊണ്ട് വന്ന് മീഡിയയുടെ മുന്നിൽ വന്നിട്ട് നിൻ്റെ യൂട്യൂബ് ചാനൽ വഴി നീ എല്ലാവരുടെ അടുത്തുമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ ഭർത്താവ് ഇന്നതും കണക്ക് എന്നെ ഇട്ടിട്ട് പോയി എന്ന് വെച്ചാൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്തു, ഈ 5 കുഞ്ഞുങ്ങളെയും എന്നെയും തനിച്ചാക്കി പോയി, എൻ്റെ ഈ 5 പിഞ്ചോമനകളെ ഏറ്റെടുക്കാൻ മനസ്സുള്ള ആളിനെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് നീ മീഡിയയ്ക്ക് മുന്നിൽ, നീ നിൻ്റെ യൂട്യൂബ് ചാനലിന് മുന്നിൽ വന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞ് വീഡിയോ ചെയ്തതും സങ്കടപ്പെട്ടതും ഒക്കെ എല്ലാവരും കണ്ടതാണ്. പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞാൽ വിതുമ്പിക്കരഞ്ഞു എന്നല്ല അതിനർത്ഥം, നീ സങ്കടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവരും കണ്ടതാണ്, എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നീ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നിൻ്റെ ഭർത്താവ് നിന്നെയും നിൻ്റെ മക്കളെയും തനിച്ചാക്കി പോയ കാര്യങ്ങൾ പലതവണ നീ നിൻ്റെ ചാനൽ വഴി നമ്മളെ എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതാണ്. അന്ന് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ നിനക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കട്ട സപ്പോർട്ടായിട്ട് നിന്ന് വീഡിയോ ഒക്കെ ചെയ്തവരാണ് ഈ യൂട്യൂബേഴ്സൊക്കെ. എന്നിട്ട് ആ സമയത്ത് നിനക്ക് തോന്നിയില്ലേ, യൂട്യൂബേഴ്സ് നിന്നെ പറ്റി എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനെന്ന് അനങ്ങിയാലേ തുപ്പിയാലോ അപ്പോഴേ ഈ യൂട്യൂബേഴ്സ് എടുത്ത് വീഡിയോ ആക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിനക്ക് അന്ന് തോന്നിയില്ലേ ഈ ഒരു ധാർഷ്ട്യവും അഹങ്കാരവും? ഇപ്പോഴാണോ നിനക്കിതൊക്കെ തോന്നുന്നത്? യൂട്യൂബേഴ്സിനെ മുഴുവനും നിനക്ക് ഇപ്പോഴാണോ വെറുപ്പായി തുടങ്ങിയത്? ഇനി ഇവൾക്ക് പറയാനുള്ള ബാക്കിയൂടെ കേൾക്കാം, അപ്പോഴും മറുപടി പറഞ്ഞു പോവാം, അതാ നല്ലത്. എന്താണ് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ ഓക്കെ, ഇതൊന്നൊന്നും അറിയാണ്ട് ഓരോരുത്തര് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാ. ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ ഷോർട്സ് മാത്രമേ ഇന്നലെ ഇട്ടിട്ടുള്ളൂ. ആ വീഡിയോയില് ഷോർട്സ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. അത് കേൾക്കുമ്പോഴേക്കും എന്താ പറയാ, അത് ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും ഓരോന്ന് പറയാ, ഏതാ പറയണേന്ന് അറിയാണ്ട് ഓരോരുത്തർ വീഡിയോ. എന്താണ് രജിസ്റ്റർ മാരേജ് കഴിക്കാൻ പാടില്ല, നമ്മുടെ സമുദായ പ്രകാരം നിക്കാഹ് കഴിക്കാൻ പാടുള്ളൂ, ഇതൊക്കെ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ അറിവൊക്കെ, ഞങ്ങൾക്കൊന്നും ഈ അറിവേ ഇല്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല. അല്ല, പിന്നെ ഒരു അറിവും കൂടി കിട്ടി ഇന്നത്തെ ഒരു വേറൊരാളുടെ വീഡിയോയില്. മെഹർ എന്താണ് ലോക്കറ്റും ചെയിനും കൂടി ഇട്ടാൽ, മെഹർ എന്ന് പറയുന്ന സംഭവം ഒരു ചെറിയൊരു മോതിരിട്ടാലും മെഹറായിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും അത് അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അറിയണ ആളായതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന്, എൻ്റെ ഇഷ്ടത്തിന് അതൊക്കെ പണിയിക്കാൻ കൊടുത്തിരിക്കുന്നു. എന്താണ് അതിൻ്റെ ഇടയിൽ വേറെ കുറേ വ്ളോഗുകൾ കണ്ടുട്ടോ. സുധീസ് വ്ളോഗ്, പിന്നെ ഏതാ മഷൂറ വ്ളോഗ്, പിന്നെ ഇന്നലെ ഒരു സഫീന ബീബി, അത് ഞാൻ ഇന്നലെ കാണുന്നത് കേട്ടോ. ആ വ്ളോഗ് അതെന്നോ ഒരിക്കൽ മറ്റേ നമ്മുടെ സൽഹല്ല, വേറൊരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, വേറൊരു പെൺകുട്ടി, മറ്റേ UK ഉള്ള അവള് വീഡിയോ ചെയ്യുന്നതിൻ്റെ എന്തോ ഒരു സഫീന ബീവി എടുത്തിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവര്
അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇന്നലെ ഒരു ഷോർട്സ് ഇടുമ്പോഴേക്കും മൊത്തത്തിൽ എൻ്റെ പിന്നാലെയാണ് ആൾക്കാർ. എന്താ നിങ്ങൾ ചെയ്യാല്ലേ, എന്താണ് വരുന്നത് എന്ന് ആലോചിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. എന്താണ് ഷാജിദ നാളെ പറയാൻ പോണത് എന്ന് ചിന്തിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ എൻ്റെ കല്യാണക്കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാണ്ട് വേറൊരാൾക്ക് അറിയാൻ പറ്റില്ല. ഞാൻ പറയണം എൻ്റെ കാര്യങ്ങൾ. അല്ലാതെ നിങ്ങൾ കമൻറ്റിൽ എനിക്ക് ഒരുപാട് പേര് വന്നിട്ട് കമൻറ്റ് ഇടണു എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ശരി ഞാൻ പറയട്ടെ, എനിക്ക് ഒരുപാട് പേര് കമൻസ് ഇടുന്നുണ്ട്. എനിക്ക് ഒരുപാട് പേഴ്സണലി വിളിക്കുന്നുണ്ട്. ഓരോരുത്തർ വിളിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട്, ഷാജി ഇന്നതാണ് കേട്ടോ, ഇന്നവരെ കുറിച്ച് ഇന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഇന്നവരെ കുറിച്ച് ഇന്നത് എന്ന് പറയുന്നത് ഞാൻ നാളെ ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? എനിക്കതല്ല പണി. എൻ്റെ പണി എന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ മക്കളുടെയും കാര്യങ്ങൾ വീഡിയോ ആക്കി ചെയ്യലാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ അതാണ് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സംസാര രീതി മാറി, എനിക്ക് അഹങ്കാരം കൂടി, പണം ലക്ഷങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ വന്നതുകൊണ്ട് ഇന്നലെ സഫീന ബീവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്താ തോന്നിയെന്നറിയോ? ബീവി പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വന്ന് എനിക്ക് വീടായി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. സത്യം പറയട്ടെ, എൻ്റെ അക്കൗണ്ടിൽ വന്ന പൈസൻ്റെ കണക്ക് ആകെ എനിക്ക് സർജറിക്ക് വേണ്ടി വന്നത് വെറും 50,000 രൂപയാണ് കേട്ടോ എൻ്റെ അക്കൗണ്ടിൽ. അൽഹംദുലില്ലാ, ഞാൻ അതിന് ഒരു കുറ്റം പറയില്ല കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത്രയെങ്കിലും എന്നെ സഹായിച്ചല്ലോ എന്നാണ്. ആ 50,000 പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫസ്റ്റ് ഏണിങ്സ് കിട്ടിയത് ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ സർജറിക്ക് വേണ്ടിയിട്ട് പോയത്. അല്ലാണ്ട് നീ പറയുന്ന ആൾക്കാർ പറയുന്ന പോലെ എൻ്റെ അക്കൗണ്ടിൽ ഈ ലക്ഷങ്ങൾ വന്നിട്ടില്ല. അങ്ങനെ ലക്ഷങ്ങൾ വരികയാണെങ്കിൽ ഞാൻ അടുത്ത സെക്കൻഡ് എന്താ ചെയ്യാ, ഒരു 5 സെന്റ് സ്ഥലം നോക്കിയിട്ട് ഞാൻ വേഗം സ്ഥലം മേടിക്കാൻ നോക്കും. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാ, വല്ല പഞ്ചായത്തിലോ അതിലൊക്കെ എഴുതി കൊടുത്തിട്ട് ഞാനൊരു വീട് വെക്കാനല്ലേ ഞാൻ ഫസ്റ്റ് നോക്കുക. ഞാൻ മെയിനായിട്ട് അത് നോക്കുള്ളൂ. അല്ലാണ്ട് എൻ്റെ അക്കൗണ്ടിൽ അത്രയും ലക്ഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഈ പറയുന്ന ആൾക്കാർ അത് വളരെ നല്ല കാര്യമാണ്. ലക്ഷങ്ങളൊക്കെ വന്നു കഴിയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഒരു വീടൊക്കെ വെക്കുന്നത് എല്ലാവരുടെയും വീടെന്ന് പറയുന്നതേ എല്ലാവരുടെയും സ്വപ്നമാണ്, എൻ്റെയും സ്വപ്നമാണ്. അത് വളരെ നല്ല കാര്യമാണ്. പിന്നീടെന്ന് വെച്ചാൽ മറ്റ് യൂട്യൂബർമാരെ പേര് പറയുന്നുണ്ടായിരുന്നല്ലോ, ഷെഫീന ബീബി, പിന്നെ അതുപോലെ ഏതൊക്കെയോ പേരുകൾ പറയുന്നുണ്ടായിരുന്നു. അവരൊക്കെ കൂടി ഇവരുടെ വീഡിയോ എടുത്തിട്ട് ചർച്ച ചെയ്തു എന്നുള്ള ഒരു കാര്യമൊക്കെ. എൻ്റെ പൊന്നുകുട്ടി, നേരത്തെ നീ സങ്കടപ്പെട്ട് കരഞ്ഞു വിളിച്ചു കിടന്ന സമയത്തും ഇവരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിനക്ക് വേണ്ടിയിട്ട്, നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നീ ഇവരുടെയൊന്നും വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഇപ്പോഴാണോ നീ കണ്ടത്? പിന്നെ നിന്റെ വാക്കിലും നോക്കിലും സംസാരത്തിലൊക്കെ അഹങ്കാരം തോന്നി എന്ന് പറഞ്ഞെങ്കിൽ അത് അവർക്ക് മാത്രമല്ല, എനിക്കും കുറച്ചൊക്കെ തോന്നി. നേരത്തെ ഉള്ള നിന്റെ വീഡിയോകളിലുള്ള സംസാരങ്ങളും രീതികളും അതൊന്നും മാറുമ്പോൾ എല്ലാവർക്കും അറിയാലോ. ബഹുജനം പലവിധമാണ് മോളെ. പലരും തുറന്നു പറയുക തന്നെ ചെയ്യും. പ്രത്യേകിച്ചും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയും. അതിൽ നിനക്ക് സങ്കടം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ഒരു ചെവി കൂടെ കേട്ടങ്ങ് കളയുക, അത്രയേ ഉള്ളൂ. പിന്നീട് നിൻ്റെ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ ആ ഷോർട്സ് ഒരുപാട് വൈറലായി. എൻ്റെ വേഷത്തിന് പ്രശ്നം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇല്ലേ? നിങ്ങളും കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ പെൺകുട്ടി ഒരു ഷോർട്സ് ഇട്ടപ്പോൾ എല്ലാവർക്കും ഈ പെൺകുട്ടിയുടെ അടുത്ത് എന്തൊക്കെയോ തോന്നി, എന്ന് വെച്ചാൽ വെറുപ്പ് തോന്നിയെന്നോ ആ ഷോർട്സ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ആ ഷോർട്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം കേട്ടോ. നേരത്തെ കണ്ടിട്ടുള്ള ഷാജിദയെ അപേക്ഷിച്ച് പിന്നീട് ഷാജിദയ്ക്ക് വന്നൊരു മാറ്റം ആളുകൾക്ക് അത്ര പിടിച്ച് കാണില്ല എന്ന് കരുതിയിട്ട് ആളുകളിപ്പോൾ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് അവരുടെ ജീവിതമാണ്. അവർക്ക് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ജീവിച്ചോട്ടെ, നമ്മളത് തലയിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ആ ഷോർട്സ് വീഡിയോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ഈ കുട്ടി പറഞ്ഞ ഷോർട്സ് വീഡിയോ.
ഈ ഒരു ഷോർട്സ് വീഡിയോ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്. ഡ്രസ്സ് ചെയ്തതിന് കുറ്റപ്പെടുത്തുന്നു ആളുകൾ, അല്ലെങ്കിൽ സംസാരത്തിലെ പഴയ ഷാജിദയല്ല ഈ പെൺകുട്ടി എന്നൊക്കെ പലരും പറയുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഇതിൻ്റെ ഒരു വീഡിയോ ആണ് അത്. പക്ഷേ ആളുകൾ നോക്കുമ്പോൾ ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം നേരത്തെ ഈ പെൺകുട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷേ എന്ന് കരുതിയിട്ട് അവർ എപ്പോഴും ഒരുപോലെ തന്നെ ജീവിക്കാനൊന്നും പറ്റത്തില്ല, പലരും മനുഷ്യരല്ലേ. അപ്പോൾ ഇനി ഈ കുട്ടിക്ക് പറയാനുള്ള ബാക്കി കാര്യം കൊണ്ട് കേട്ടിട്ട് വരാം. എനിക്കൊരു വീട് സ്ഥലം കിട്ടി, ആൾക്കാരൊക്കെ കൂടിയിട്ട് നിന്നെ സഹായിച്ചു എന്നൊക്കെ നീ പറഞ്ഞു. ഞാൻ പറയട്ടെ, എനിക്ക് നോക്കിയിട്ടുണ്ടല്ലോ, അതിപ്പോ എന്നെ വെറുത്ത ആൾക്കാർ ഒരിക്കലും, ഞാൻ ഒരാളെ വെറുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കുകയില്ല. ആ ഭാഗം ഞാൻ തിരിഞ്ഞു, ആരായാലും കുടുംബത്തിൽ ആരായാലും ഒരാൾ നമ്മളായിട്ട് തെറ്റി അല്ലെങ്കിൽ ഒരാൾ നമ്മളായിട്ട് മിണ്ടണില്ല, നമ്മളുടെ ഭാഗം ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് ഞാൻ ചിന്തിച്ച് നോക്കുകയില്ല. അതാണ്. സഫീന ബീവി പറഞ്ഞു കുടുംബകാര്യങ്ങൾ കൊടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടു. ഇന്റർവ്യൂവിൽ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. എൻ്റെ ഇക്കാൻ്റെ ആൾക്കാരിനെ കുറിച്ച് ഞാൻ പറഞ്ഞതിൽ എനിക്ക് വലിയ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ അനുഭവ കഥ പറയാൻ പറഞ്ഞാൽ ഞാൻ അനുഭവിച്ച കഥയല്ലേ പറയാം, അല്ലാണ്ട് സഫീന ബീവി അനുഭവിച്ച കഥയല്ലല്ലോ ഞങ്ങൾക്ക് പറയാൻ പറ്റുക. അതിൽ എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് പിന്നീട് അവരിനെ പറഞ്ഞതിൽ എനിക്കൊരു ദുഃഖം എനിക്ക് അങ്ങനെ വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ എൻ്റെ ഇൻ്റർവ്യൂസിലൂടെയും പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ കണ്ടന്റ് ആക്കിയിട്ട് എൻ്റെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തിടുന്നതിനൊന്നും എനിക്കൊരു കാര്യം പറയാനില്ല. എൻ്റെ വീഡിയോ കണ്ടന്റ് ആക്കി ഇടുന്ന ആൾ, ഇപ്പൊ സുധീസ് വ്ളോഗ് ആയിക്കോട്ടെ, കുറേ ചാനലുകാർ ഇങ്ങനെ റിയാക്ടിങ് വീഡിയോസും അല്ലാണ്ടും ഇപ്പം മെയിനായിട്ട് മഷൂറ എടുത്തിട്ടിട്ടുണ്ട്. മഷൂറ എനിക്ക് ഇപ്പൊ വിളിച്ചു, അവള് വീഡിയോ ചെയ്തതിന്റെ ശേഷം അവൾ എനിക്ക് വിളിച്ചു. അപ്പൊ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അവൾ ഓരോ വീഡിയോസ് എൻ്റെ കാണേണ്ടത്. അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ എൻ്റെ നമ്പർ ഇട്ടിരുന്ന അവള് കണ്ടില്ലേ. അപ്പൊ ഷാജി ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അവൾക്ക് ഒന്ന് വിളിച്ചു ചോദിക്കാൻ, ഷാജി ഇതേപോലെ ആണോ, നിന്റെ കല്യാണം കഴിഞ്ഞോ, നിന്നെ പോലെ ജീവിക്കുന്നതാണ് ഞാൻ, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ മരിച്ചതാണ്, ഞാനും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണെന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് വിളിച്ച്, ഞാൻ നിന്റെ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യട്ടെ, എൻ്റെ കമന്റ് ബോക്സിൽ ഇത്രയും ആൾക്കാർ വന്ന് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാനത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയും. ഇപ്പൊ ഞാൻ ഒരാളുടെ വീഡിയോ, ഞാനിപ്പോ മഷൂറാനെ കുറിച്ച് നാളെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മഷൂറാനെ വിളിച്ച് ചോദിച്ചിട്ടാണ് ആ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എൻ്റെ യൂട്യൂബ് ഇതിൽ വന്നിട്ട് ഒരിക്കലും ഞാൻ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഇടില്ല കേട്ടോ, അത് വേറെ കാര്യം. അപ്പൊ എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, ഇപ്പൊ മൊത്തത്തില് ഷാജിക്കുള്ള കുറ്റങ്ങളുള്ളൂ. എങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് നമ്മളൊരു ഷോർട്സ് ഇട്ടാലും, ഇപ്പൊ ഞാൻ പറയട്ടെ, മഷൂറ നീ പറഞ്ഞല്ലോ എന്താണ് മിനിറ്റിന് ഷോർട്സ് ഇടുന്നത്. ഞാൻ പറയട്ടെ, നമ്മള് ഷോർട്സും കാര്യങ്ങളും യൂട്യൂബില് വരുമാനം ഉണ്ടാക്കാനും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഷോർട്സ് മിനിറ്റിന് ഇട്ടാലും വേറെ ഇട്ടാലും നമുക്ക് വ്യൂസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പൈസ വരും. അതിനനുസരിച്ച് നമുക്ക്, എനിക്കെന്ന് പറഞ്ഞാൽ നിന്നെ പോലെയല്ല, നീ ഇപ്പൊ നിന്റെ ഉമ്മ ഇഷ്ടദാനായിട്ട് നിനക്കൊരു വീട് സ്ഥലം കിട്ടി, ആൾക്കാരൊക്കെ കൂടിയിട്ട് നിന്നെ സഹായിച്ചു എന്നൊക്കെ നീ പറഞ്ഞു. ഞാൻ പറയട്ടെ, എനിക്ക് ഇഷ്ടദാനം പോയിട്ട് എനിക്ക് വേറെ എന്താ പറയാ, ഇപ്പൊ ഇതെന്റെ ഉമ്മാന്റെ വീട്, ഇതെല്ലാവർക്കും അവകാശപ്പെട്ട വീടാണ്. അപ്പൊ ഇതൊന്ന് എനിക്ക് ഇതിൽ കാലകാലം ഇരിക്കണമെന്ന് ഒരു ആഗ്രഹമില്ല. കാരണം എനിക്ക് എൻ്റെ മക്കൾക്ക് അത് പറഞ്ഞിട്ട് ഈ മഷൂറാനെ പോലെ ഞാനിപ്പോ മുന്നിൽ വന്ന ഒരാളുടെ അടുത്തും എനിക്ക് സ്ഥലം മേടിക്കാൻ, ഒരു 5 സെന്റ് സ്ഥലം, എനിക്കൊരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ അസുഖത്തിനെ കുറിച്ച് അത് എൻ്റെ പൊന്നു കൊച്ചെ, ഇതെന്ത് വർത്താനാ നീ പറയുന്നത്? മഷൂറാനെ പോലെ സ്വന്തം ചാനലിൽ വന്നിട്ട് എനിക്ക് വീട് വയ്ക്കാൻ പൈസ താ, അല്ലെങ്കിൽ 5 സെൻറ്റ് മേടിക്കാൻ പൈസ താന്നൊന്നും ഇയാൾ പറഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അത് അവരുടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. കൊടുക്കുന്നതും കൊടുക്കാത്തതും അത് പിന്നീടുള്ള കാര്യം. താൻ ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് മഷൂറാക്ക് ചോദിച്ചുകൂടെന്ന് വല്ല നിർബന്ധമുണ്ടോ? എന്ത് വർത്താനാണോ താൻ ഈ പറയുന്നത്? ഇതാണ് ആളുകൾ പറയുന്നത് തൻ്റെ അഹങ്കാരം എന്ന് പറയുന്നത്. തനിക്ക് വിഷമം തോന്നിയിട്ടൊന്നും ഒരു കാര്യമില്ല. മഷൂറ ചോദിക്കട്ടെ, അവരുടെ സബ്സ്ക്രൈബേഴ്സിനോടല്ലേ അവർ പൈസ ചോദിക്കുന്നത്. അതവർക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ. അതിന് തനിക്കെന്തിനാ ഇത്ര കുശുമ്പ്? എല്ലാവരും അസുഖത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അസുഖത്തിനെ കുറിച്ച് എനിക്ക് പറയാം വന്നിട്ട്. അതിപ്പോ നമ്മളിപ്പോ വേറൊരു ആരെങ്കിലുമൊക്കെ ആയിട്ട് വീഡിയോസ് ഇടുന്നില്ല, അതുപോലെ ഞാൻ എൻ്റെ ചാനലിൽ എന്നെ കുറിച്ച് പറഞ്ഞു എന്നുള്ളൂ.
അപ്പോൾ ഞാനൊരു വീട് വേണം, സ്ഥലം വേണം എന്ന് ഇന്റർവ്യൂവിൽ പറയാൻ കാരണം തന്നെ ഞാൻ മഴവിൽ കേരളത്തിലാണ് ഫസ്റ്റ് പറഞ്ഞത്. മഴവിൽ കേരളത്തിൽ പറഞ്ഞത് അവർ ചോദിച്ചപ്പോൾ ഞാൻ അതിനുള്ള മറുപടി കൊടുത്തു. പിന്നെ സെക്കൻഡ് വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരാണ് മറ്റേ അയ്യോ പേര് മറന്നു, ലുലുവിന്റെ മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അപ്പോഴാണ് ആ വീടിനെ പറ്റി. അല്ലാണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഒരിക്കലും എനിക്കൊരു 5 സെന്റ് സ്ഥലം വേണം, വീട് വെക്കണം എന്നിട്ട് അതിമോഹം കൊണ്ട് ഞാൻ വന്നിട്ടില്ല. തൽക്കാലം എനിക്കിപ്പോൾ ഇരിക്കാനൊരു വീടുണ്ട്. ഇനി അഥവാ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നാൽ അതെനിക്ക് നിങ്ങൾ ചെയ്തു തരുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇപ്പൊ എന്റെ സർജറിക്ക് വേണ്ടി എന്നെ സഹായിച്ച ആൾക്കാർ തന്നെ ഞാൻ പറയട്ടെ, 100-ൽ 99% കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവുള്ളൂ. 10% അല്ല, 100-ൽ 99% നമ്മൾ സപ്പോർട്ടും 10% ആൾക്കാരാണ് നമ്മൾ കുറ്റം പറയുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇവിടെ ഉയർച്ച അത് പറഞ്ഞാൽ മറ്റൊരാളുടെ ഉയർച്ചയില് അസൂയപ്പെടുന്ന ആൾക്കാര് അങ്ങനെ വെച്ചാൽ. ഞാൻ ചോദിക്കട്ടെ കൊച്ചേ, മഷൂറ എന്ന് പറയുന്ന ആ കുട്ടി പൈസ ചോദിച്ച് മേടിക്കുന്നതിന് നിനക്ക് എന്താണ് ഇത്ര കണ്ണുകടി? എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന പുള്ളിക്കാരത്തിക്ക് ഒരു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബേഴ്സിനോട് വാവിട്ട് പൈസ മേടിച്ച ആളാണ് ഈ പറയുന്ന മറ്റേ പെൺകുട്ടി ഉണ്ടല്ലോ, മഷൂറേ എന്താ ആ പെൺകുട്ടി അതിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് അതിന് ജീവിക്കാൻ നിവർത്തിയില്ലാതെ കിടക്കാൻ ഒരു നല്ല കൂരയില്ലാത്തത് കൊണ്ട് ഒരു പെര വെക്കാൻ വേണ്ടിയിട്ട് പൈസ ചോദിച്ചത്. അത് അതിൻ്റെ ഇഷ്ടമല്ലേ? അതിന് ഈ പെൺകുട്ടിക്ക് എന്താണ് പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൾക്ക് ശസ്ത്രക്രിയയുടെ ആവശ്യത്തിനുള്ള പൈസയൊക്കെ എരന്ന് മേടിക്കുന്നതിന് ഇവൾക്കൊരു പ്രശ്നവുമില്ല. അതേസമയം മറ്റേ കുട്ടിക്ക് വീടിൻ്റെ ആവശ്യത്തിന് ചോദിക്കുന്നതാണ് ഇവർക്ക് പ്രശ്നം. എന്ത് ചെയ്യാന്ന് പറയട്ടെ. ഇതൊക്കെയാണ് മറ്റുള്ളവർ അഹങ്കാരം എന്ന് പറയുന്നത്. തനിക്ക് അഹങ്കാരമാണെന്നൊക്കെ പറയുന്നെങ്കിൽ അത് ഒരു ദോഷവുമില്ല, ഉള്ളത് തന്നെയാണ് പറയുന്നതെന്നേ ഞാനും പറയത്തുള്ളൂ. പിന്നീട് ഈ പെൺകുട്ടി പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂട്യൂബേഴ്സിനെ ഇപ്പം പെൺകുട്ടിക്ക് ഒരു പുച്ഛമായിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. നേരത്തെ ഈ പെൺകുട്ടി വല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന സമയത്തിന് ഈ യൂട്യൂബേഴ്സ് എല്ലാവരും അവരുടെ ചാനലിൽ ഈ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തത്. ആ സമയത്തിന് ഈ കുട്ടിക്ക് തോന്നിയില്ല നിങ്ങളുടെ ആരുടെയും സപ്പോർട്ട് ആവശ്യമില്ല, നിങ്ങൾ ആരും എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യണ്ട എന്ന് അന്ന് പറയാൻ ഈ കുട്ടിക്ക് തോന്നിയില്ല. അങ്ങനെ ആ കുട്ടി പറഞ്ഞിരുന്നെങ്കിലുണ്ടല്ലോ അതിലൊരു അന്തസ്സുണ്ടായേനെ. ഇതിപ്പോൾ ഒരു വ്യക്തിത്വം ഇല്ലാത്തതുപോലെയല്ലേ ഈ കുട്ടിയുടെ ഒരു പെരുമാറ്റവും രീതികളും ഒക്കെ. എന്തായാലും കുട്ടിക്ക് പറയാനുള്ള ബാക്കി കൂടി കേൾക്കാം. ഞാൻ പറയട്ടെ, എനിക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഞാൻ ഫസ്റ്റ് മുതൽ നമ്പർ 8 മുതൽക്ക് എനിക്ക് ഒരുപാട് പേര് വിളിക്കുന്നുണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്പർ ഇട്ടപ്പോഴും ഓരോരുത്തരുടെ ഇതേപോലത്തെ അവസ്ഥകൾ പറഞ്ഞിട്ട് വീഡിയോ അങ്ങനെ വെച്ചാൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞപ്പോഴും അങ്ങനെ കുറെ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സ്ത്രീകള് എന്താ പറയാ, ഇങ്ങനത്തെ ഭർത്താവില്ലാണ്ട് സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാണ്ട് ഒരുപാട് സ്ത്രീകളുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതോട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റണു, എൻ്റെ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം. പക്ഷെ ഇത് പറയാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ എന്താ പറയാ, കേട്ടപ്പോൾ എനിക്കെന്നെ സങ്കടമായി. നമ്മുടെ ഒന്നും ജീവിതം ഒന്നുമല്ല, അങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എന്ത് ഭർത്താവ് മരിച്ചിട്ട് സമൂഹത്തിൽ ഇറങ്ങി ഒരു നല്ല ഡ്രസ്സ് ഇടാൻ പറ്റണില്ല, നല്ലൊരു ഭക്ഷണം വാങ്ങി കഴിക്കാൻ പറ്റണില്ല, മക്കൾക്ക് നല്ലത് ചെയ്യാൻ പറ്റണില്ല, സമൂഹത്തിൽ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ അവസ്ഥ. അതുപോലെ ഈ പൂവാല ശല്യന്മാര് വേറെ, ഭർത്താവില്ലാന്ന് പറയുമ്പോഴേക്കും മുന്നിലെടുത്ത് ചാടി വന്നിട്ട് അങ്ങനത്തെ കുറെ ശല്യങ്ങള്. അപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഈ കല്യാണത്തിന് ഇറങ്ങാൻ ഞാൻ തീരുമാനിച്ചത് എന്താന്ന് വെച്ചാല്, എന്റെ കാര്യത്തില് അല്ലെങ്കിൽ എനിക്ക് ഇനി ഒരു ഭർത്താവില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുക അല്ലെങ്കിൽ കല്യാണക്കാരും ചോദിക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പേര് എനിക്ക് ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊരു തീരുമാനം എടുത്ത പറഞ്ഞാല് അതിനെന്താ ഒരു തെറ്റെന്ന് എനിക്ക് തോന്നി. ഞാൻ ആ നല്ല തീരുമാനം എടുത്തിട്ട് ഞാൻ മുന്നിലേക്ക് വന്നു. പിന്നെ കല്യാണം കഴിക്കുന്നത് ഇത്ര വലിയ തെറ്റ്. 5 മക്കളോ 10 മക്കളായാലും നമ്മളാണ്, നമ്മൾ മാറാനൊന്നും പോയില്ല. 32 വയസ്സാവുമ്പോഴേക്കും ഞാന് മുക്കിൽ കൂടി ഇരിക്കേണ്ട അവസ്ഥ ഒന്നല്ല എനിക്ക്. ഈ പറയുന്ന പോലെ നിങ്ങളെ പോലെ ഒരു സ്ത്രീയാണ് ഞാനും. എനിക്കും എല്ലാ ആഗ്രഹങ്ങളും ഉണ്ട്. അത് ഞാൻ പറയട്ടെ, പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ പ്രശ്നം. ഇതേ സ്ഥാനത്ത് ആണുങ്ങൾ 40 കഴിയുന്നതിന് മുന്നേ പെണ്ണ് കിട്ടുന്നുണ്ടല്ലോ, അതും കൂടി ഒന്ന് നിങ്ങളൊന്ന് പറയണം. നമ്മുടെ ഇവിടെയൊക്കെ
ഞാനിപ്പോൾ കുറേ അമ്മമാര് മരിച്ചതിലൊക്കെ വയസ്സായ ആൾക്കാർ വരെ കല്യാണം കഴിച്ചിട്ടുള്ള ചരിത്രമാണ് നമുക്കുള്ളൂ. അത് ആമ്പിള്ളേര് പറഞ്ഞാൽ ഭാര്യ മരിച്ചാലോ ഭാര്യ ഓടിപ്പോയാലോ ഒക്കെ പെട്ടെന്ന് കല്യാണം കഴിക്കും. അതിൽ മക്കളുണ്ടോ വേറെ ഉള്ളതുണ്ടോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. ഇതേ സ്ഥാനത്ത് പെണ്ണുങ്ങൾക്ക് മാത്രം എന്താ നിങ്ങൾ അങ്ങനത്തെ ഒരു സംഭവം കൊണ്ടുവരുന്നത്? പെണ്ണുങ്ങൾക്ക് എന്താ ജീവിക്കണ്ടേ? അല്ലെങ്കിൽ ഈ ഭർത്താവ് മരിച്ചു, ഇപ്പൊ ഞാൻ പറയട്ടെ, എന്റെ മക്കളിലും 5 മക്കളുണ്ട് എന്ന് ചിന്തിക്കാണ്ട് എൻ്റെ ഒക്കെ പോയി. ഞാൻ കൊന്നതാന്ന് പറയും. ശരി, ഞാൻ പണിയെടുക്കണോടെ പോയിട്ട് എന്താ പറയാ റൂമിൽ പോയിട്ട് ഞാൻ കെട്ടി തൂക്കിയതാണ്. ഞാൻ എന്നെ സാരിയിൽ കെട്ടി തൂക്കിയിട്ട് വലിച്ച് കെട്ടി തൂക്കിയിട്ട് കൊന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിരുന്നിട്ട് പിന്നെ പിറ്റേ ദിവസം പോയിട്ട് കാണും. എന്തൊക്കെ വർത്താനാണ് മനുഷ്യന്മാര് ഒരു പറയുന്നതിന് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിലോ സംസാരത്തിലൊക്കെ ആൾക്കാർക്ക് ലേശം വരൂല്ല. എന്താ പറയാ, പറയുന്നതിന് ഒരു ഉളുപ്പമില്ല. സ്വന്തം ഭർത്താവിനെ കെട്ടി തൂക്കി കൊന്നു. അവൾക്ക് അവിഹിതാണ്, പിന്നെ ഭയങ്കര അവിഹിതാണ്. അവിഹിതം കൊണ്ടാണ് ഞാൻ ഈ ഭർത്താവ് മരിച്ച 10 ദിവസത്തിനുള്ളിൽ ഒളിച്ചോടിപ്പോയി ഇവിടുന്ന്. മക്കളെ കിട്ടുന്നിട്ട് അങ്ങനെയാണല്ലോ. അവിഹിതമുള്ളവർ എന്താ ചെയ്യാ? മക്കളെ ഒന്നും നോക്കില്ല, അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് ഒളിച്ചോടും. ഞാൻ അങ്ങനെ കണ്ടിക്കണത്. ഓരോ കുട്ടികളെ വലിച്ചെറിഞ്ഞ് കൊല്ലുക, അതുപോലെ ബാത്റൂമിന്റെ ഉള്ളിലിട്ട് എന്തൊക്കെയോ കൊല്ലുക, അങ്ങനെയൊക്കെ ഉള്ള അമ്മമാരിനെ ഞാൻ ന്യൂസിലായാലും വേറുള്ളതിലായാലും കണ്ടിക്കണത്. എനിക്കിപ്പോ അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് അവിഹിതവും ബാക്കിയുള്ളതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇക്ക മരിച്ച ഒരു എന്തിന് 40 കഴിയാൻ നിൽക്കുന്നത് കൊന്നതാണല്ലോ. അപ്പൊ ഈ കൊന്ന കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതോടനെ തന്നെ എനിക്ക് പോവായിരുന്നു. പിന്നെ ഈ കൊന്നു പറയുന്നില്ല, ഈ സംഭവം ആത്മഹത്യയാണ്. അതിന് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്റെ ഭാഗത്തുനിന്ന് എന്റെ ഫോൺ അല്ലെങ്കിൽ ഇക്കാന്റെ ഫോണൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് എന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് അവര് ചെയ്തില്ല? അപ്പൊ ഇതിൽ നിന്നൊക്കെ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ പറയുന്നതാണോ ശരി, നമ്മൾ ജീവിച്ച ജീവിതമാണോ ശരി എന്ന് എനിക്കറിയില്ല. ഓരോരുത്തരും ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കുറച്ച് അഹങ്കാരവും കുറച്ച് ഇതൊക്കെ. ഞാൻ പറയട്ടെ കൂട്ടരെ, നിങ്ങളാണ് ഞാന് നല്ല രീതിയിൽ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ കരച്ചിലും വീഴ്ചയിലൊക്കെ ആയിട്ട് വന്നു. നെയ്റ്റി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വന്നപ്പോൾ പറഞ്ഞു അവള് നെയ്റ്റിയും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ണീര് ഒലിപ്പിച്ച് കെട്ടിയവന്റെ കാര്യം പറഞ്ഞിട്ട് അവള് പൈസ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് യൂട്യൂബ് ചാനലിൽ. അങ്ങനെ സഹതാപം ആണ് അവൾക്ക്, അവള് അതിലൂടെയാണ് കാശ് ഉണ്ടാക്കുന്നത് പറഞ്ഞു. ഇപ്പൊ പറയുന്നു അവളുടെ എന്താണ് ആണുങ്ങളുടെ മുന്നിൽ അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടോ. ചില കമന്റ് എൻ്റെ പൊന്നുകുട്ടി, സത്യം പറയാലോ, നിന്റെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നീ പറഞ്ഞില്ലേ, നൈറ്റ് ഇട്ട് കണ്ണീര് ഒലിപ്പിച്ച് മീഡിയയുടെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോ ചെയ്തു എന്നൊക്കെ. സത്യം പറഞ്ഞാൽ തൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ, തൻ്റെ സങ്കടങ്ങളൊക്കെ താൻ പറഞ്ഞിട്ടാണ് പുറത്തുള്ളവരറിയുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൂളായിട്ടിരുന്ന് വീഡിയോ ചെയ്യുന്നു, പക്ഷേ എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു വലിയൊരു കടലിരമ്പുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞാലേ അത് മറ്റുള്ളവർ പുറത്തറിയത്തുള്ളൂ. അത് പറയാതിരിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവർ എൻ്റെ സങ്കടങ്ങളൊന്നും ആരും അറിയത്തില്ല. അതുപോലെ തന്നെ തൻ്റെ കാര്യം പറഞ്ഞാലും താൻ പറഞ്ഞതുകൊണ്ടാണ് തൻ്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരറിഞ്ഞത്. അറിഞ്ഞു കഴിയുമ്പോൾ വീഡിയോ ചെയ്യുന്നവരിതെടുത്തിട്ട് വീഡിയോ ചെയ്യും. അന്ന് നിനക്ക് തോന്നാത്ത സങ്കടം ഇതിനാണ് ഇപ്പം തോന്നുന്നത്. പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം, ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അവരവർ ഏത് ഡ്രസ്സ് ഇടണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ഉള്ളത് അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിന് നമ്മൾ അഭിപ്രായം പറയാൻ പോലും വരുന്നില്ല. പക്ഷേ ഇപ്പോൾ തന്നെ പറ്റിയിട്ട് തനിക്ക് അഹങ്കാരത്തിലുള്ള സംസാരം എന്ന് പറയാൻ, തൻ്റെ വാക്കുകളും സംസാരങ്ങളും കേൾക്കുമ്പോഴത്തേക്ക് അഹങ്കാരം കലർന്നിട്ടുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഈ വീഡിയോ ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നില്ല, സ്കിപ്പ് ചെയ്തൊക്കെയാണ് ഞാൻ എല്ലാവരെയും കാണിച്ചത്. പറ്റുന്നവർ ഈ കുട്ടിയുടെ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ സംസാരത്തിൽ വന്ന മാറ്റങ്ങളും രീതികളൊക്കെ. അപ്പോൾ എന്തായാലും ഇത്രയും പറയാനുള്ളൂ എനിക്ക്. വെറുതെ നമ്മൾ യൂട്യൂബേഴ്സിനെ മുഴുവനും പഠിച്ചിട്ട് മുന്നോട്ട് പോവേണ്ട ആവശ്യമുണ്ടോ എൻ്റെ പൊന്നു സാജിദ? തൻ്റെ വിഷമങ്ങളിലെല്ലാം തനിക്കൊപ്പം നിന്നവരായി യൂട്യൂബേഴ്സ്, അത് താൻ മറക്കണ്ട.